ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി 7-ാം ദിവസം മഹാദേവിയുടെ കാളരാത്രി ഭാവമാണ് പൂജ ചെയ്യേണ്ടത്. മഹാദേവിയുടെ 9 രൂപങ്ങളിൽ ഒരു രൂപമാണ് കാളരാത്രി രൂപം. ഈ രൂപം സൂചിപ്പിക്കുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നതിലല്ല, പ്രവൃത്തി ചെയ്യുന്നതിലാണ് ജീവിത വിജയം എന്ന് തിരിച്ചറിവ് നൽകുന്ന ക്രിയാശക്തിയാണ് ഈ രൂപത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. പരബ്രഹ്മമാകുന്ന സർവീശ്വരൻ്റെ ഉപസംഹാര രൂപമാണ് കാളരാത്രി. കാളരാത്രി എന്ന ദേവി അവതാരത്തെയാണ് നവരാത്രിയുടെ 7-ാം ദിവസമായ സപ്തമിയിൽ ആരാധിക്കുന്നത്. നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ദിവസങ്ങളിലേക്കുള്ള ആദ്യ പടിയാണ് ഈ രൂപത്തിലുള്ള ദേവിയുടെ ആരാധന. കഴുതയാണ് ഈ രൂപത്തിലുള്ള ദേവിയുടെ വാഹനം. വിദ്യുത് ശക്തി കൊണ്ടുള്ള ആഭരണങ്ങൾ പ്രാണോർജത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അഴിഞ്ഞതും ചിതറിയ രൂപത്തിലുമുള്ളതായ തലമുടി, തടയാനാകാത്ത ശക്തിവിലാസമാണ് ആ തലമുടി സൂചിപ്പിക്കുന്നത്. വാൾ സംഹാരത്തെ സൂചിപ്പിക്കുന്നു. കാളരാത്രി ദേവിയുടെ അഴിച്ചിട്ട മുടി സംഹാരത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും മുതിർന്ന ആളുകൾ പറയുന്നത് മുടി അഴിച്ചിട്ട് നടക്കരുത് എന്ന്. അത് അശുഭമായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മുടി കെട്ടണമെന്ന് നിർദ്ദേശിക്കുന്നതും അതുകൊണ്ടാവാം. ദേവിയുടെ ശരീരം കറുത്ത നിറത്തിലാണ്. ദുർഗയുടെ രൗദ്രരൂപമാണ്. ത്രിലോചനയായ ദേവി ദുർഗയുടെ ഭയാനകമായ ഒരു രൂപമാണ് കാളരാത്രി. ഭയപ്പെടുത്തുന്ന രൂപം എങ്കിലും ഭക്തരോട് അതീവ വാത്സല്യം തുളുമ്പുന്ന മാതൃസ്വരൂപിണിയാണ് കാളരാത്രി. എല്ലാവിധ ഭയങ്ങളെയും ക്ലേശങ്ങളെയും അകറ്റി ഭക്തർക്ക് ശാന്തിയും സമാധാനവും ദേവി പ്രദാനം ചെയ്യുന്നു. ദേവിക്ക് 4 കരങ്ങളുണ്ട്. വലതുകരം സദാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടേയിരിക്കുന്നു. ദേവി തൻ്റെ ഭക്തരെ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. സദാ ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട്. രക്തബീജൻ, ചണ്ഡമുണ്ടൻ എന്നീ അസുരന്മാരെ ദേവി ഈ കാളീ രൂപത്തിലാണ് വധിച്ചതെന്ന് ഐതിഹ്യം പറയുന്നു. ശിവൻ ആയുസ് നൽകുമ്പോൾ പാർവതി ശക്തി പ്രദാനം ചെയ്യുന്നു. ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരനാകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവനെ സംഹാരകർമ്മത്തിൽ സഹായിക്കുന്നുവെന്നും ഗുരുക്കന്മാർ പറയുന്നു. നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ്. അതിനാൽ കണ്ടകശനി, അഷ്ടമശനി, 7ര ശനി എന്നീ ദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ നിശ്ചയമായും നവരാത്രിയുടെ 7-ാം നാളിൽ കാളരാത്രി രൂപത്തിലുള്ള ഭഗവതിയെ ആരാധിക്കണം. ദേവിക്ക് മുല്ലപ്പൂക്കൾ വളരെ പ്രിയമാണ്. അതുകൊണ്ട് ആ ദിവസം ദേവിയെ മുല്ലപ്പൂക്കൾ കൊണ്ട് ആരാധിക്കുക. നവരാത്രി 7-ാം ദിവസം പ്രാർത്ഥിക്കേണ്ടുന്ന രൂപം കാളരാത്രി. ശുംഭനിശുംഭന്മാരെ വധിക്കാൻ പാർവതീദേവി തൻ്റെ സ്വർണ്ണ നിറം ഉപേക്ഷിച്ച് കറുത്ത നിറം സ്വീകരിച്ച് ഉഗ്രരൂപമായ കാളരാത്രി ദേവിയായി മാറി. പാർവതീദേവിയുടെ ഏറ്റവും ക്രൂരമായ രൂപമാണ് ഇത്. ദേവിക്ക്
നമ്മൾ നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര അതിൻ്റെ തനതായ അവസ്ഥയിലോ അതല്ലെങ്കിൽ പലഹാരങ്ങളായി ഉണ്ടാക്കിയോ സമർപ്പിക്കാം. രാത്രിയിൽ പൂക്കുന്ന പൂക്കൾ ദേവിക്ക് വളരെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ മുല്ലപ്പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യാം. നവരാത്രിയുടെ 7-ാം ദിവസം ഒക്ടോബർ 9, 2024 ബുധനാഴ്ച. അന്ന് നമ്മൾ ധരിക്കേണ്ടുന്ന നിറം കടും നീല. ബുധനാഴ്ച ദിവസം നവരാത്രി ആഘോഷത്തിൽ കടും നീല നിറം ഉപയോഗിക്കുന്നത് ഭക്തർക്ക് സമാനതകളില്ലാത്ത സന്തോഷം നൽകും. ഈ നിറം ഐശ്വര്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. ദേവി ഭരിക്കുന്ന ഗ്രഹം ശനി. അതുകൊണ്ട് തന്നെ ശനിദശാകാലത്ത് ജീവിക്കുന്നവരോ ജന്മം ശനിദശയിലായവരോ ഇപ്പോൾ അഷ്ടമശനി, കണ്ടകശനി മുതലായ ദോഷങ്ങളിലൂടെ പൊക്കോണ്ടിരിക്കുന്നവരോ ജാതകത്തിൽ ശനി ദോഷഭാവത്തിൽ നിൽക്കുന്നവരോ ഒക്കെ തന്നെ ദേവിയെ ഈ രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ദേവി കറുത്ത നിറത്തിലാണ്. കഴുതപ്പുറത്താണ് ദേവി ഇരിക്കുന്നത്. ദേവിക്ക് 4 കൈകൾ. ദേവിയുടെ വലതു കൈകൾ അഭയമുദ്രയിലും വരദമുദ്രയിലും പിടിച്ചിരിക്കുന്നു. ദേവി ഇടതു കൈകളിൽ വാളും മാരകമായ ഇരുമ്പു കൊളുത്തും പിടിച്ചിരിക്കുന്നു. ദേവി പാർവതീദേവിയുടെ ഉഗ്രരൂപമാണെങ്കിലും അഭയമുദ്രയിലൂടെയും വരദമുദ്രയിലൂടെയും ദേവി തൻ്റെ ഭക്തർക്ക് അളവറ്റ അനുഗ്രഹമാണ് നൽകുന്നത്. കാളരാത്രി ദേവി മഹായോഗീശ്വരീ ദേവി എന്നും മഹായോഗിനി ദേവി എന്നും അറിയപ്പെടുന്നു. രാത്രിയിൽ പൂക്കുന്ന പൂക്കൾ ദേവിക്ക് ഇഷ്ടം. മുല്ലപ്പൂക്കൾ ഇഷ്ടം. മന്ത്രം ഓം ദേവീം കാളരാത്രിയേ നമ. ഓം ദേവീം കാളരാത്രിയേ നമ. ഓം ദേവീം കാളരാത്രിയേ നമ എന്ന് ദേവിക്ക് ശർക്കര നൈവേദ്യമായി സമർപ്പിച്ച് ആരതി ഒഴിഞ്ഞ് രാവിലെയും സന്ധ്യയ്ക്കും 108 തവണ ജപിക്കുക. പിന്നെ ഈ ദോഷങ്ങളുള്ള ആളുകൾ നിരന്തരം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മഹാദേവിയെ ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ദേവിയുടെ രൂപം, പ്രസാദം, നാമം, നിറം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കഥകൾ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.